ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ റഷ്യയിലോട്ടുള്ള ഔദ്യോഗികമായിരിക്കുന്ന സന്ദർശനമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ റഷ്യയിലോട്ടൊരു ഔദ്യോഗികമായ സന്ദർശനം ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് ഇന്ത്യയിലെ പല വിദഗ്ധരും ഈവൻ ജിയോ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന പല പ്രധാനപ്പെട്ട വിദഗ്ധരും അഭിപ്രായപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഒരു സന്ദർശനത്തിനെ കൃത്യമായിട്ട് എതിർക്കുന്നതായി കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ഒരു സന്ദർശനത്തിനെ എതിർക്കുന്നത്? എന്താണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന നേട്ടങ്ങൾ? ഈ നേട്ടങ്ങൾ എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വന്തമാക്കുവാൻ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സപ്പോർട്ടും അവരുടെ പ്രസൻസും അത്യാവശ്യമായിട്ട് മാറുന്നത്? വളരെയധികം വിശദമായിട്ട് ജിയോ പൊളിറ്റിക്സിലെയും നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിലെ പോലും ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ ഒരു സന്ദർശനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് ഈ സന്ദർശനം, എന്തിനു വേണ്ടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, ഈ ബന്ധം ഏറ്റവും സ്ട്രോങ് ആയിട്ട് മാറിയത് 1980-കളാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് ബംഗ്ലാദേശിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടതും ആ സമയത്ത് ഇന്ത്യ എതിർക്കാനായിട്ട് അമേരിക്ക അവരുടെ നാവികപ്പട അയച്ചതും ലോകത്തിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ എന്ന സമയത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ശക്തമായ സപ്പോർട്ടായിരുന്നു ഇന്ത്യക്ക് ഏറ്റവും വലിയ മേൽക്കൈയായിട്ട് അന്ന് മാറിയത്. സോ ആ സമയം മുതൽ നമ്മൾ ഇപ്പോഴും കേട്ടുവരുന്നൊരു കാര്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണർ റഷ്യ ആണെന്ന് പറയുന്ന ആ ഒരു ചിത്രീകരണം. അത് എല്ലാ കാലഘട്ടത്തും ഈവൻ ടെക്സ്റ്റ് ബുക്കിൽ പോലും കാണാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് മാറിയിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതായത് 2019-ലാണ് അവസാനമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ റഷ്യയിലോട്ട് ഒരു ഔദ്യോഗികമായ സന്ദർശനം ചെന്നത്. അതിനുശേഷം ഇന്ന് ഏകദേശം 5 വർഷം കഴിയുകയാണ്. ഈ 5 വർഷത്തിനിടയിൽ ലോക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു ലോകത്തിൻ്റെ ക്രമത്തിൽ തന്നെ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്ന റഷ്യ യുക്രൈൻ യുദ്ധമാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യക്കെതിരെ ലോകത്തിലെ പല രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ ഉപരോധിക്കുകയും റഷ്യയെ പല മേഖലകളിൽ നിന്ന് ബാൻ ചെയ്യാനായിട്ട് പോലും തീരുമാനമെടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് റഷ്യൻ ഓയിലും റഷ്യൻ പെട്രോളിയം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും എടുത്തത്. വെസ്റ്റേൺ കൺട്രീസ് ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്ന രീതിയിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും കാര്യമായ സാമ്പത്തിക പ്രശ്നം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അത് വലിയൊരു പ്രത്യാഘാതമായിട്ട് മാറിയതും കാണാൻ സാധിക്കും. എങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പ്രത്യാഘാതമായിട്ട് മാറുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്നും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും റഷ്യയുടെ എക്കോണമിയും റഷ്യയുടെ പല പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചാണ് കഴിയുന്നത്. അതേപോലെ തന്നെ റഷ്യയുടെ മാറ്റങ്ങൾ, റഷ്യയുടെ അകത്ത് വരുന്ന എക്കോണമിക്കൽ പ്രോബ്ലം, അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം അഫക്റ്റ് ചെയ്യുന്ന ലോകത്തിലെ പല രാജ്യങ്ങളുണ്ട്. കാരണം റഷ്യയുടെ എക്കോണമിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളിലെ പല പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന പല രാജ്യങ്ങൾക്കും ഇതൊരു പ്രശ്നമായിട്ട് മാറിയതായിട്ട് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് മാറപ്പെട്ടിരുന്നു. അതായത് റഷ്യക്കെതിരെ ലോക രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാം ഒരേപോലെ തിരിയുമ്പോൾ അന്ന് റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ആശ്രിതമായിട്ട് മാറിയ രാജ്യമായിട്ടും ഇന്ത്യ മാറിയിട്ടായിരുന്നു. റഷ്യൻ ഓയിൽ ചീപ്പ് റേറ്റിന് ഇന്ത്യക്ക് വാങ്ങിക്കാൻ സാധിച്ചതും റഷ്യൻ എക്കോണമിക്കും അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും കുറച്ചും കൂടെ കരുത്തു പകരാനായിട്ട് ഇന്ത്യക്ക് സാധ്യമായതുമെല്ലാം നമ്മൾ കണ്ടൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഏർപ്പെട്ടു എന്ന് പറയാൻ സാധിക്കും. കാരണം റഷ്യൻ ഓയിൽ ചീപ്പ് റേറ്റിൽ ലഭിക്കുമ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചിരുന്നു. ആദ്യഘട്ടങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ എതിർപ്പുണ്ടായിട്ട് പോലും ഇന്ത്യ അതിൽ ശക്തമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവസാന ഘട്ടമായപ്പോഴേക്കും ഇന്ത്യ അതിൽ നിന്ന് പതുക്കെ പുറകോട്ട് വരുന്നത് കാണാൻ സാധിക്കും. കാരണം വെസ്റ്റേൺ കൺട്രീസിൻ്റെയും അമേരിക്കയുടെയും പ്രഷർ ഇന്ത്യക്ക് മേൽ ശക്തമായിട്ട് മാറിയെന്ന് പറയുന്നൊരു കാര്യമാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ റഷ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട്, അവരുടെ നിലനിൽപ്പിനും അവർക്ക് ഏറ്റവും ആശ്രിതമായിട്ട് മാറിയ രാജ്യമായിട്ടും ചൈന മാറിയിരുന്നു. സോ ചൈന ഒരു ഭാഗത്ത് റഷ്യയ്ക്ക് വേണ്ടി ശക്തമായി നിലനിൽപ്പിക്കുന്നു. റഷ്യൻ ഓയിലും റഷ്യയ്ക്ക് വേണ്ട സാമ്പത്തികമായ സപ്പോർട്ടും ചൈന ചെയ്യുന്നു. സോ റഷ്യയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണറും സുഹൃത്ത് രാജ്യമായിട്ടും ചൈന മാറിയിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ ഇന്ത്യക്ക് വന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ കാലഘട്ടത്തും ഒരു ഓൾ ടൈം വെതർ ഫ്രണ്ട് എന്ന പേരിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന റഷ്യ പോലത്തെ ഒരു ഭീമൻ രാജ്യത്തിൻ്റെ സപ്പോർട്ട് ഇന്ത്യക്ക് പതുക്കെ നഷ്ടപ്പെട്ടു വരുന്നു എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെയാണ് ഇന്ത്യക്ക് ഒരു സ്വിച്ചിട്ട പോലെ ഒരു മാറ്റം വേണമെന്നൊരു ആവശ്യകത തിരിച്ചറിയാൻ സാധിച്ചത്. അതായത് ഇന്നത്തെ ലോകക്രമത്തിൽ
പല രാജ്യങ്ങളും അമേരിക്കയെ പിൻപറ്റിക്കൊണ്ട് അമേരിക്കയുടെ പല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ കൂടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ കറൻ്റ്ലി ഈ ഒരു സാമ്പത്തിക വർഷമെല്ലാം നിങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കാൽക്കീഴിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച പല രാജ്യങ്ങളും ഇന്ന് അമേരിക്കയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അവരുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടും പലതരത്തിലുള്ള തീരുമാനമെടുക്കുകയും പല മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മാറ്റത്തിനാണ് ഇന്ത്യയും ഇന്ന് കാര്യമായ രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ കാണാൻ സാധിക്കും. അവിടെയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ ഇപ്പോഴത്തെ സന്ദർശനത്തിൻ്റെ സവിശേഷതയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് എന്താണ് ഈ സന്ദർശനം എന്ന കാര്യത്തെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതായത് എല്ലാ വർഷവും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ബൈലാറ്ററൽ കോൺഫറൻസ് സംഘടിപ്പിക്കാറുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പല മേഖലകളിലെ പുതിയ പല കൂട്ടുകെട്ടുകളെ പറ്റിയും ആ മേഖലകൾ എങ്ങനെ ഒരുമിച്ച് മുന്നേറാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും സാധ്യതകളെ പറ്റിയും അതിനെ കൃത്യമായിട്ട് പഠിച്ച് അതിലോട്ട് രണ്ട് രാജ്യങ്ങളും എങ്ങനെ ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ആ ഒരു മേഖലയെ പറ്റിയെല്ലാം മനസ്സിലാക്കാനുമാണ് ഈ ഒരു കോൺഫറൻസ് പൊതുവെ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വെച്ച് ന്യൂഡൽഹിയിലായിരുന്നു ഈ ഒരു കോൺഫറൻസ് നടക്കപ്പെട്ടത്. അന്ന് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കും, പുതിയ പല തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഗ്ലോബൽ പുതിയ എക്കോണമിക്കൽ ഹബ്ബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്ന് പറയുന്ന കാര്യം. അതായത് ഇന്നത്തെ കാലഘട്ടത്ത് കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിന് കാര്യമായ വെല്ലുവിളികൾ ലോകരാജ്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്ന് കരമാർഗം തന്നെ റഷ്യ വഴി യൂറോപ്പിലൂടെ ചരക്ക് നീക്കം നടത്താൻ സാധിക്കുന്ന INSTC പോലത്തെ ഇന്റർനാഷണൽ കോറിഡോർ പ്രൊജക്റ്റുകൾ നടപ്പാക്കാനായിട്ട് ഇന്ത്യയും റഷ്യയും എല്ലാം തീരുമാനമെടുത്തത്. ഈ പ്രൊജക്റ്റിന്റെ ഭാഗമാകുന്ന രാജ്യങ്ങൾക്കെല്ലാം കൃത്യമായ രീതിയിൽ റഷ്യ സപ്പോർട്ട് നൽകുകയും ഇന്ത്യയുടെ മാൻ പവറും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കാര്യമായ തോതിൽ വളരെ വേഗത്തിൽ തന്നെ ഈ പ്രൊജക്റ്റുകൾ നടപ്പാക്കാനായിട്ട് തീരുമാനമെടുക്കുമെന്നും ഇന്ത്യയും റഷ്യയും കൂടെ ആ ഒരു കോൺഫറൻസിൽ സംസാരിച്ച കാര്യമായിരുന്നു. അതിനുശേഷം ഒരു വർഷം പിന്നിടുകയാണ്. ഇന്ന് ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ റഷ്യയിലോട് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പുതിയ പല മേഖലകളെയും ഓൾറെഡി അനൗൺസ് ചെയ്ത പ്രൊജക്റ്റുകളെയും ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കാൻ സാധിക്കുന്ന അതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ പല പരിഷ്കാരങ്ങളാണ്. അതായത് ഇന്ത്യയും റഷ്യയും കൂടെ അനൗൺസ് ചെയ്ത പല പ്രൊജക്റ്റുകളും ഇനി നടപ്പാക്കാൻ ശ്രമിക്കുന്ന പല പ്രൊജക്റ്റുകളും വേഗത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടപ്പാക്കുകയും അതിനെ കൃത്യമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യമാണെങ്കിൽ, രണ്ടാമത്തേത് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഇന്ത്യക്ക് നേട്ടം കൊയ്യാൻ സാധിക്കുന്ന ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമായിട്ടാണ് ഇന്ത്യ പോയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു, റഷ്യയുടെ ചീപ്പ് ഓയിലും നാച്ചുറൽ ഗ്യാസും ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങൾക്കും വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. കാരണം അമേരിക്കയും പല വെസ്റ്റേൺ കൺട്രീസിനും ഈ ഒരു ഉപരോധം നടപ്പാക്കുന്നത് മൂലം ഏതെങ്കിലും രാജ്യം റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കും ഉപരോധത്തിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ റഷ്യയുമായിട്ട് ഒരു തരത്തിലുള്ള ഡീൽ നടപ്പാക്കുന്നില്ല. ഈ അവസരത്തിൽ റഷ്യക്ക് അവരുടെ കൈവശമുള്ള ഈ ഒരു മൊത്തം സമ്പത്ത്, അവരുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ റിസോഴ്സിനെ വിൽക്കാനും അതുവഴി അവരുടെ ഒരു പരിധിവരെയുള്ള എക്കോണമിക് ലാഭം സ്വന്തമാക്കാനും ശ്രമിക്കണം. അവിടെയാണ് ചൈന എന്ന് പറയുന്നൊരു കൂട് അവർ കാണാൻ സാധിച്ചത്. ഒരു പറവ, ആ പറവയ്ക്ക് വയറിനകത്ത് കുറേയധികം മുട്ടകളുണ്ട്. ഈ മുട്ട വിരിക്കാനായിട്ട് ഒരു സ്ഥലം വേണം. അങ്ങനെ ആ സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് റഷ്യ എന്ന് പറയുന്ന പറവ. ഈ പറവയ്ക്ക് ചൈന എന്ന് പറയുന്ന കൂട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടിൽ പോയിട്ട് കുറച്ചധികം മുട്ടയിടാനായിട്ട് ഈ റഷ്യ എന്ന് പറയുന്ന പറവ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ കൂട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ റഷ്യക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, ചൈനയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു പരിധിയുണ്ട്. അവർക്ക് എത്ര തന്നെ നാച്ചുറൽ ഗ്യാസും ഓയിലും എല്ലാം റഷ്യയുടെ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചാലും അതിനൊരു പരിധിയുണ്ട്. സോ ഈ പരിധി കഴിഞ്ഞാൽ അടുത്ത കൂട് തേടേണ്ടത് റഷ്യയ്ക്ക് ഒരു അത്യാവശ്യമായ കാര്യമാണ്. ആ കൂടായിട്ടാണ് ഇന്ത്യ എന്ന് മാറിക്കൊണ്ടിരിക്കുന്നവരുടെ അഭിപ്രായം ഇന്ന് പല വിധത്തിലും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ആ കൂട് കൃത്യമായിട്ട് ഒരു മുട്ടയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണം ഒരുക്കുകയും ആ പറവയെ ആകർഷിച്ച് കൃത്യമായിട്ട് തന്നെ ആ പറവയുടെ മുട്ട അവിടെ സ്വന്തമാക്കുകയും ശ്രമിച്ചാൽ മാത്രമേ അതിൽ വിജയകരമായിട്ടുള്ള നേട്ടം സ്വന്തമാക്കാൻ സാധിക്കൂ. അവിടെയാണ് ഇന്ത്യക്ക് മുൻപിൽ വരുന്ന പല ആപത്തുകളും ഉള്ളത്. കാറ്റിൻ്റെ രൂപത്തിലും മഴയുടെ രൂപത്തിലുമുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ, പ്ലസ് ആ പ്രകൃതിയെ പോലും മാറ്റാൻ ശ്രമിക്കുന്ന അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുമെല്ലാം ഇന്ത്യക്ക് മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി അതിജീവിച്ചുകൊണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഇന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഒരേപോലെ റഷ്യയിലെ പല കമ്പനീസ് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതാക്കിയപ്പോൾ, അവർ നടപ്പാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് ഇന്ത്യയുടെ പല സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കാനുള്ള ശ്രമങ്ങൾ നടപ്പാക്കുന്നതും ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ഈ മാറ്റങ്ങൾക്കും എത്രയും പെട്ടെന്ന് കരുത്ത് വരണമെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുഗമമായിട്ട് കൂടുതൽ വേഗത്തിലാക്കേണ്ടത് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. സോ ചൈനയ്ക്ക് ബദലായിട്ട് അല്ലെങ്കിൽ ചൈനയുടെ കൂടെ തന്നെ ഒരേപോലെ റഷ്യയുമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇനി ഇന്ത്യൻ കമ്പനീസ് പാശ്ചാത്യ രാജ്യങ്ങളിലെ കമ്പനീസ് റഷ്യയിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയപ്പോൾ അവരുടെ വിടവ് നികർത്താനായിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയേക്കാം എന്ന് പറയുന്ന കാര്യവുമാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വാണിജ്യ മേഖലയിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ മറ്റു പല ലക്ഷ്യങ്ങളായിട്ട് ഡിഫൻസിലും കച്ചവടത്തിലും പ്ലസ് പ്രധാനപ്പെട്ട പല ട്രീറ്റുകളിലും കാണാൻ സാധിക്കും.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന കാര്യം. ഇന്ത്യയുടെ കൈവശം 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടെങ്കിലും അതിൽ തന്നെ കൂടുതൽ കരുത്തു പകരുന്ന പുതിയ പല യുദ്ധവിമാനങ്ങളും അതിന് ടെക്നോളജിയും സ്വന്തമാക്കാനായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖല ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് സുക്കോയ് 57 പോലത്തെ റഷ്യൻ വിമാനങ്ങളും അതിന് ടെക്നോളജിയും ഇന്ത്യ ഇനിയുള്ള വർഷങ്ങളിൽ സ്വന്തമാക്കാൻ ശ്രമിച്ചേക്കാമെന്ന് പറഞ്ഞ കാര്യത്തിന് കൂടുതൽ ആക്കം പകരുന്ന രീതിയിൽ റഷ്യയുമായിട്ട് ഡിഫൻസിലും ഇന്ത്യ സഹകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനകൾ ഈ ഒരു ചർച്ചകളിൽ ഉണ്ടായിരിക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മറ്റൊരു കാര്യമാണെങ്കിൽ ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്ന ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ റഷ്യ ഉപരോധിക്കുമ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് വരുന്ന നേട്ടങ്ങൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് റഷ്യയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ നേട്ടങ്ങൾക്ക് എങ്ങനെ ഇന്ത്യ കൂടുതൽ വേഗത്തിൽ ഊർജ്ജം നൽകാൻ സാധിക്കും എന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാനും ശ്രമിച്ചേക്കാമെന്ന് പറഞ്ഞ കാര്യത്തെയും ഇവിടെ അറിയാൻ സാധിക്കുന്നു. ഓവറോൾ ആയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഇപ്പോഴത്തെ സന്ദർശനത്തിൽ പല നേട്ടങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നെങ്കിലും ഈ നേട്ടങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ ഇന്ത്യ ഇന്ന് റഷ്യയുമായിട്ട് സഹകരിക്കുന്ന മേഖലകളിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ സഹകരിക്കേണ്ടത് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. ഈവൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ യുക്രൈൻ നടപ്പാക്കുന്ന നീക്കങ്ങളെപ്പറ്റിയും അവിടെ നടപ്പാക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെപ്പറ്റിയും സംസാരിക്കണമെന്നും ഇന്ത്യ റഷ്യക്കെതിരെ തിരിയണമെന്ന് പറയുന്ന രീതിയിൽ ആവശ്യകത ഉന്നയിക്കുമ്പോഴും ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും റഷ്യയ്ക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള പല തീരുമാനം എടുക്കുന്നതും ഒരു പരിധിവരെ കുറച്ചു വെച്ചിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വമ്പൻ സാന്നിധ്യവും അവരുടെ പല മേഖലകളിലുള്ള നേട്ടങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ മാറ്റാൻ സാധിക്കുമെന്നും ഇന്ത്യക്കും റഷ്യ ഉപയോഗിച്ചുകൊണ്ട് പല നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു ബൃഹത്തായിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരായിട്ട് തിരിയാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാരണം റഷ്യയുമായിട്ട് ഇന്ത്യ എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം ഈ രാജ്യങ്ങളിൽ നിന്ന് അകലാനും ഇന്ത്യക്കെതിരെ തിരിയാനും ഒരു കാരണമായി തീർന്നേക്കും. ഇവിടെയാണ് ഈ ഒരു സന്ദർശനത്തിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓസ്ട്രിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിലോട്ട് പോകുന്നതിൻ്റെ പ്രത്യേകതയും കടന്നു വരുന്നത്. ആ പ്രത്യേകത എന്താണെന്നും 1983 ശേഷം ആദ്യമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓസ്ട്രിയയിലോട്ട് പോകുന്നൊരു കാലമായിട്ടാണ് 2024 മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിൽ പല മാറ്റങ്ങളും പല പ്രധാനപ്പെട്ട നേട്ടങ്ങളും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. ആ ലക്ഷ്യങ്ങളെ പറ്റിയുമെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ സംസാരിക്കാം. ഓവറോളായിട്ട് റഷ്യയിൽ നിന്ന് ലക്ഷ്യം വെക്കുന്ന കാര്യം എന്താണെന്നും റഷ്യയിലൂടെ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പറ്റിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യ റഷ്യയുമായിട്ട് അടുക്കുന്നത് ഇന്ത്യക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യുമെങ്കിലും അതേപോലത്തെ ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കണമോ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.